മകുവാരയ്ക്കുള്ള ബസ്സിലിരിക്കുകയാണ്. ഈ വളരെ ലൈവായ ജീവിത ദൃശ്യങ്ങളുള്ള നല്ല ജനസംഖ്യയുള്ളൊരു പ്രദേശമാണ്. ഇവിടുത്തെ ട്രാഫിക്കിനും തെരുവുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും ഒക്കെ ആ ഒരു പ്രത്യേകത കാണാം. ഇവിടുത്തെ പഴയ പ്രദേശങ്ങളിലൊന്നാണ്. ഇതാ സിറ്റിയുടെ പുറത്തുള്ള പഴയ പ്രദേശങ്ങൾ. ഈ പ്രദേശത്ത് ടാനറി, പിന്നെ ഈ കളിമൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കോളനികൾ, അങ്ങനെയുള്ള ഈ ഏറ്റവും പിന്നെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ നിർമ്മിക്കുന്ന പിന്നെ തൊഴിലുകളുള്ള അത്തരം വിഭവങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇവിടെ അംബേദ്കറുടെ ഒരു പ്രതിമ കാണുന്നുണ്ട്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് അതിപ്പോൾ എങ്ങും സ്ഥലപ്പേരുകളൊന്നും കാണുന്നില്ല, ഞാൻ പറയാം. ഇത് എനിക്ക് തോന്നുന്ന അറബിക് കോളേജ് എന്നുള്ള ആ പ്രദേശമാണ്. ഇപ്പം മെട്രോ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള വലിയൊരു പ്രദേശം മൊത്തം ഈ കച്ചവടക്കാരെയൊക്കെ ഒഴിപ്പിക്കുകയും ഈ മെട്രോ ലൈൻ വന്ന ഇടങ്ങളിലും അതേപോലെ ഈ ഫ്ലൈ ഓവർ വന്ന ഇടങ്ങളിലും ഒക്കെയുള്ള അതും പ്രത്യേകിച്ചും ഈ ടൗണുകളുടെയൊക്കെ ഇടയ്ക്കൂടെ പിന്നെ വലിയ തോതിൽ പിന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിവശവും അതിൻ്റെ രണ്ട് വശത്തുമുള്ള പ്രദേശങ്ങൾ മൊത്തം വിജനമായി. കച്ചവടക്കാരൊക്കെ പുതിയ ഇടങ്ങൾ തേടി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MG റോഡിലൊക്കെ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ അവിടുത്തെ പ്രശസ്തമായ ബ്രിഗേഡ് റോഡിൻ്റെ പഴയ പിന്നെ ഈ എന്താണ് ഈ പ്രൗഢിയൊക്കെ പോയതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ റിച്ച്നെസ് ആഡംബരത്വം പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് MG റോഡിൽ ഈ പിന്നെ മെട്രോ ലൈൻ വന്നതാണ്. കാരണം അപ്പോഴത്തേക്കും പിന്നെ ഈ മാളുകൾ വന്ന് അത് മറ്റൊരു ഘടകമാണെന്ന് മാത്രം. പക്ഷേ മെട്രോ ലൈൻ വന്നതോടെ രണ്ട് വശങ്ങളിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളും, ഒരു വശം പിന്നെ പണ്ട് മുതൽ മിലിറ്ററിയുടെ ഏരിയയാണ്. ഇതല്ലെങ്കിൽ തന്നെ MG റോഡ് സൗത്ത് പരേഡ് എന്നറിയപ്പെടുന്നത്. മിലിറ്ററിയുടെ പ്രദേശങ്ങൾക്ക് കിഴക്കുള്ളത് ഈസ്റ്റ് പരേഡ് എന്നും. ആ ഈസ്റ്റ് പരേഡിലാണ് ഈ CSIയുടെ ആദ്യത്തെ ഈ പള്ളിയൊക്കെ ഉള്ളത്. അതുപോലെയുള്ള ഈ മെട്രോ ലൈൻ വന്നു കഴിയുമ്പം ഇത്തരം പ്രദേശങ്ങൾ തീർത്തും, പ്രത്യേകിച്ച് റോഡ് സൈഡിലുള്ള ഈ വ്യാപാരം സ്ഥാപനങ്ങളൊക്കെ തീർത്തും ഇല്ലാതാവുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ബാംഗ്ലൂരിൻ്റെ മറ്റ് ഈ പ്രദേശങ്ങളിൽ ഇപ്പം ബൊമ്മനഹള്ളിയിൽ 11 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ വന്നപ്പോഴായാലും, അല്ലെ ഹെബ്ബാളിലോ പിന്നെ അതുപോലെ സിൽക്ക് ബോർഡിലോ ഒക്കെ പിന്നെ എല്ലായിടങ്ങളിലും ഒരുപാട്. ഇപ്പോൾ ഈ പണ്ട് പിന്നെ ഉദ്യാന നഗരമെന്നും ഈ ലേക്കുകളുടെ നഗരമെന്ന് പറയുന്ന ഈ ഇപ്പം ഫ്ലൈ ഓവറുകളുടെ നഗരമായിട്ട് ബാംഗ്ലൂർ മാറിയിട്ടുണ്ട്. എല്ലായിടത്തും ഫ്ലൈ ഓവറിന് മേളിൽ മെട്രോയും പിന്നെ അതുപോലുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്നെ പ്രദേശത്തുകൂടെയാണ് ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ മാർക്കറ്റ് നല്ല സജീവമാണ്. പച്ചക്കറി ചന്ത, പച്ചക്കറി, മീൻ, കപ്പലണ്ടി, കണ്ട കപ്പ മുറിച്ച് വെച്ചിരിക്കുന്നു. ഇത് മൊത്തം പച്ചക്കറി ചന്തയാണ്. പച്ചക്കറി, പഴങ്ങൾ, ായ ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്. പ്രത്യേകിച്ചും 2 കിലോ 30 രൂപ തക്കാളി, അത് ചെറിയ തക്കാളിയാണ്. ഇത് മല്ലിയില ഒരു കെട്ട് 10 രൂപ. ഇത് 30 രൂപയും 50, 80 ഒക്കെ മല്ലിയിലയ്ക്ക് വിലയുള്ള കാലമുണ്ട്. ഇവിടെ തക്കാളി കിലോ 20 രൂപ, വെളുത്തുള്ളി 100 രൂപ, ഇഞ്ചി 60 രൂപ. ഈ തണ്ണിമത്തൻ ചെറുത് 20 പടലണങ്ങളാണ് ഈ റോഡേ കൂടി സഞ്ചരിക്കുമ്പോൾ.